ഹലോ. ഒരു വായനാ ദിവസത്തെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ അമ്പലമാണോ എന്ന്. അമ്പലം അല്ല കേട്ടോ, വീട്ടിലെ പൂജാമുറിയാണ്. ഇവിടെ മാസവായന എല്ലാ വർഷത്തിലും മാസവായന നടത്താറുണ്ട്. അതായത് ഓരോ നാളിനും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അച്ചാച്ചൻ്റെ നാളിലാണ്. അപ്പോൾ അത് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ മുടക്കങ്ങളില്ലാതെ തന്നെ നടന്നു പോകുന്നു. ഈ ദിവസം വരുമ്പോഴേ നമുക്ക് വെപ്രാളമാണ്. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് പോയി അവിടെ നിൽക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ വായന വരുന്നതിന് ഒരാഴ്ച മുമ്പേ തൊട്ട് ഞങ്ങൾ വീട് ഒക്കെ വൃത്തിയാക്കി ഒരുക്കാനൊക്കെ തുടങ്ങുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഈ ദിവസം നമ്മളെല്ലാവർക്കും ഫുഡ് കൊടുക്കും കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ വീട്ടിലുള്ളവർക്കും കടയിൽ കുറച്ച് ജോലിക്കാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. വായന നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ കുറേ പേർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതാണല്ലോ അതിൻ്റെ പുണ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വായന തുടങ്ങിയിട്ടുണ്ട്. 8:30 8:45 ആയി. ഇപ്പോൾ 8:30 ആയി. അപ്പോൾ എല്ലാ ഒരുക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം വായിക്കാനിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ മൂത്ത സഹോദരനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ മൂത്ത ആളാണ്. എല്ലാ പൂജകളും അദ്ദേഹത്തിന് വശമുണ്ട്. എല്ലാം നമ്മുടെ വീട്ടിലായാലും അല്ലാതെ ആയാലും എല്ലായിടവും പൂജയ്ക്കൊക്കെ അദ്ദേഹം പോകുന്നതാണ്. തന്ത്രിയാണ്. അപ്പോൾ എന്തായാലും അച്ചാച്ചൻ എന്താണ് നാമം ചൊല്ലാനായിട്ട് വന്നിരുന്നു. കടയിൽ നിന്ന് ഓടി വന്നതാണ് നാമം ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ദിവസം നമ്മളെല്ലാവരും കൂടി ഇരുന്നാണ് ഇങ്ങനെ നാമമൊക്കെ ചൊല്ലാറ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതിൽ വിഷമമുണ്ട്. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കൂടെ പോയി എല്ലാം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്കതിന് പറ്റുന്നില്ല. അങ്ങനെ അച്ചാച്ചനും കുഞ്ഞാവയും പപ്പയും അമ്മയും കുമാറണ്ണനും എല്ലാവരും കൂടി ചേർന്ന് നാമം ചൊല്ലുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ അവിടോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് കത്തീരും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ കാപ്പി കഴിക്കണമെങ്കിൽ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവ ഇങ്ങനെ ഒരുങ്ങി റെഡിയായിട്ടിരിക്കുകയാണ്. യൂണിഫോമിലൊക്കെ ഇരുന്നാണ് നാമം ചെല്ലുന്നത്. പപ്പയുടെ മടിയിലോട്ടം കയറിയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ പൂജയ്ക്ക് ഇവിടെ ഇപ്പോൾ ഒരാളൂടെ വന്നിരുന്നിട്ടുണ്ട്. അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ വായനയ്ക്ക് നമ്മളെല്ലാവരും ഇതിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നവരാണ് ഈ ഒരു ടൈമിൽ. കാരണം അത്രയ്ക്ക് നമ്മൾ ഭക്തിസാന്ദ്രമായ ഒരു ദിവസമാണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഭഗവാനെ എന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വിളക്കൊക്കെ കത്തിച്ച്. എൻ്റെ ക്യാമറയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ നല്ലതായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല എനിക്ക്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിലാണ് അണ്ണന് ഭഗവാനെ ഒരുക്കി വെക്കുന്നത്. അപ്പോൾ ഓരോ വായനയ്ക്കും ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരോ പങ്കുകൾ ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ.